നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. കേരളത്തിൽ പട്ടി പറ്റതുപോലെയാണ് ഇഴവന്മാർ, അതുപോലെ തന്നെ പൂച്ച പറ്റതുപോലെ നായന്മാരും. പട്ടികൾ കുരച്ചുകൊണ്ടിരിക്കും, പൂച്ച തഞ്ചത്തിൽ കാര്യം സാധിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ പറഞ്ഞ ജാതിയിൽപ്പെട്ടവരാണ് ഇത് കാണുന്നതെങ്കിൽ സദയം എന്നോട് ക്ഷമിക്കുക, പൊറുക്കുക. കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. പറയാനുള്ളത് പറയുക തന്നെ വേണ്ടേ. മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങൾ മറ്റാരും ചർച്ച ചെയ്യും അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഇരുന്ന് വന്ന് പറയും എന്നും തോന്നുന്നില്ല. കാരണം ഇന്ന് ഭൂരിഭാഗം സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നായന്മാരും ഇഴവന്മാരുമായിരിക്കും ഹിന്ദുക്കളിൽ കൂടുതൽ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നിട്ടുണ്ടാവുക. അപ്പൊ അവരെല്ലാവരും തന്നെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി വായ തുറക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല എന്നുകൂടി പറയട്ടെ. പറയാനുള്ള കാരണവും പറയാൻ എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നു എന്നാണ് പറയാൻ പോകുന്നത്. കാരണം നമ്മൾ ഇന്ന് ടി വി തുറന്നു കഴിഞ്ഞാൽ, നമ്മുടെ ടി വി തുറന്നാലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ തുറന്നാലോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള സോഷ്യൽ മീഡിയകളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം വരുന്ന വാർത്ത സുകുമാരൻ നായർ കട്ടപ്പയാണ്, നായന്മാരെ പിന്നിൽ നിന്ന് കുത്തി, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശന് എന്തെങ്കിലും ഒന്ന് വായ തുറന്നു കഴിഞ്ഞാൽ വി.ഡി. സതീശന് 4 വർത്തമാനം പറഞ്ഞാൽ അതൊക്കെ തന്നെ വലിയ വാർത്തകളാവുന്നു. വലിയ രീതിയിൽ ആളുകൾ അതിനെ കാണുന്നു, ഇവരെയൊക്കെ തെറി വിളിക്കുന്നു എന്നുള്ള കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. കൂടുതലും ഈ എലക്ഷൻ അടുക്കുമ്പോഴാണ് ഇത്തരം 2 പട്ടികളും കിടന്ന് കുറയ്ക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം കേരളത്തിന്റെ ഇത്രയും വലിയ ഒരു ഉയർച്ച അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു സാമൂഹിക വ്യവസ്ഥതയിൽ ഏറ്റവും കൂടുതൽ പുരോഗമനം കൊണ്ടുവന്നിട്ടുള്ളത് ഈ 2 ജാതിയിൽപ്പെട്ടവരാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഒരുപാട് സ്കൂളുകള്, ഹോസ്പിറ്റൽസുകള്, അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഇവരെല്ലാം ചേർന്നാണ്. ഇവർ മാത്രമാണ്, നായന്മാരും ഇഴവന്മാരും മാത്രമേ കേരളം ഇത്തരം പുരോഗതിയിലേക്ക് കെട്ടിപ്പടുക്കാൻ ഉണ്ടായുള്ളൂ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ആ ഒരു അഹങ്കാരവും ആ ഒരു ധാർഷ്ട്യവും കൊണ്ട് ഇവര് ഇപ്പോൾ എല്ലാ സാമൂഹിക കാര്യങ്ങളിലും ഇടപെട്ട് തൊള്ളെ തോന്നിയ വർത്താനങ്ങൾ പറയുകയും തെമ്മാടിത്തരം പറയുകയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം കൂടിയിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു പർട്ടിക്കുലർ വിഭാഗം ഇതിന് ഇന്നും സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. ആ പർട്ടിക്കുലർ വിഭാഗം എപ്പോഴും വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഈ പട്ടികൾക്കിടന്ന് കുറയ്ക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇത് ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ശബരിമല കേസ് നമുക്ക് എടുത്താൽ അറിയാം. കാരണം LDF സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം, UDF സർക്കാരിന്റെ കാലത്ത് ഭക്തന്മാർക്ക് അനുകൂലമായി ശബരിമലയുടെ കാര്യത്തിനെ ബന്ധപ്പെടുത്തി കോടതിയിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിനെതിരായി കൊടുത്ത സത്യവാങ്മൂലമാണ് ഈ പിണറായി സർക്കാരിന്റെ ആളുകൾ. അത് പിൻവലിക്കാതെ ആണ് ഇത്രയും വലിയൊരു നാടകം നമ്മുടെ കേരളത്തിൽ അരങ്ങേറിയത്. അപ്പൊ തന്നെ അതിന് സപ്പോർട്ട് ആയിട്ട് വന്നിട്ടുള്ള നായന്മാരും ഇഴവന്മാരും ചേർന്ന് അത് വലിയ സംഭവമാക്കാൻ വേണ്ടി നിന്നപ്പോൾ അതിൽ 4000 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ 650 പേര് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. ബാക്കി കോടിക്കണക്കിന് വരുന്ന ഭക്ഷണ വസ്തുക്കളെല്ലാം തൊടിയിൽ തട്ടേണ്ട ഗതികേട് വന്നു എന്ന് ഓർക്കുമ്പോൾ അത് വലിയ ഒരു വിജയമാണെന്ന്, കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. കാരണം ഒരു ഭക്തിയുടെ പേരിലും ജാതീയത തുപ്പുക അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഇവിടെ എന്തും മലമറിക്കാൻ പറ്റും എന്നുള്ള ഇവരുടെ അഹങ്കാരത്തിന് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് അത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഒരുപാട് നല്ല ജനങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരു ജാതീയമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിൽ 2013 സെൻസസ് പ്രകാരം ഇഴവന്മാർ കേരളത്തിൽ 24%, നായന്മാര് 14%. നായന്മാർ എത്രയോ മുമ്പ് 19%, 21% ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അവര് 14% കുറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ വിവാഹങ്ങൾ അവരുടെ ഇടയിൽ നടക്കുന്നില്ല. പിന്നെ നല്ല ആളുകളെ മായിട്ടുള്ള കല്യാണങ്ങൾ അവരുടെ സമുദായത്തിലുള്ള കാര്യങ്ങളായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളെയൊക്കെ അവർ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും കുറേ പേര്. അതുകൊണ്ടായിരിക്കണം ഈ ഇത്രയും വലിയൊരു സംഖ്യ കുറഞ്ഞിട്ടുണ്ടാവും. ഇഴവന്മാരുടെ ഒരു തോത് ഇനിയും ചിലപ്പോൾ കൂടും. കാരണം ഇത്രയും
ജനസംഖ്യ ഉള്ളത് കൊണ്ട് ഇവർ ബാക്കിയുള്ള എല്ലാ സമുദായത്തിനായിട്ട് കല്യാണം കഴിച്ച് ഇവരുടെ സമുദായത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചിലപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു അന്തർധാരയിലൂടെ നടക്കുന്നുണ്ടാവും എന്നാണ് തോന്നുന്നത്. കാരണം ഇവരിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെറ്റത്തരം പറയാം എന്നുള്ളൊരു ലൈസൻസും ഇവിടെ ഉണ്ട്. ഇപ്പോൾ പിണറായി വിജയനെ വെച്ച് നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ പലപ്പോഴും ഒരു ഇഴവരുടെ മുഖ്യമന്ത്രിയാണ് എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇഴവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ച ഒരു രണ്ടാം പിണറായി സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത്. ബാക്കി ഒരു സമുദായത്തിനും കേരളത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ അവർ പുരോഗതി ഉണ്ടാക്കിയത് കള്ള് വിറ്റുകൊണ്ടാണ്. എന്തായാലും പിണറായി വിജയന്റെ പിതാവ് ഒരു നല്ല പാചകക്കാരനോ അല്ലെങ്കിൽ നല്ല ഒരു മറ്റു നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ കുറേം കൂടി നന്നായേനെ. കാരണം ഒരു നല്ല പാചകക്കാരനായിരുന്നെങ്കിൽ നല്ല ഭക്ഷണ പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ശ്രീ പിണറായി വിജയൻ ഡെവലപ്മെന്റ് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി വിജയന്റെ അച്ഛൻ ഒരു ചെത്തു തൊഴിലാളിയായിരുന്നു, ഒരു കള്ള് ചെത്തുകാരനായിരുന്നു, ഒരു കള്ള് കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് പിണറായി വിജയൻ കള്ള് ചെത്തുകാരെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുകയും അതുകൊണ്ട് കള്ള് എത്തുന്നവർക്കും കള്ളിന്റെ ബിസിനസ് ചെയ്യുന്നവർക്കും മാത്രം കേരളത്തിൽ ഗുണമുണ്ടാവുകയും ചെയ്ത ഒരു വർഷങ്ങളാണ് കടന്നുപോയത്. അപ്പോൾ നമുക്ക് അതും ഒരു ജാതീയമായി ചെയ്യുന്ന തൊഴിലാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഈ പറഞ്ഞ വിഭാഗത്തിന്റെ കുലത്തൊഴിൽ എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നതും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ അവരെയൊന്നും കാണാനില്ല, അവരൊക്കെ എവിടെ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ്. അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവന്റെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു വിഷമാണ് വർഗീയത എന്ന് പറയുന്നത്. അപ്പോൾ അവർ വിചാരിക്കും ഞങ്ങളുടെ കഴിവ് ഇല്ലായ്മയല്ല ഞങ്ങൾ വളരാത്തത്, ഞങ്ങളുടെ ജാതീയമായ പ്രശ്നമാണ് വളരാത്തത് എന്ന് അവർ വിചാരിക്കുകയും അവരുടെ കഴിവ് അവർ ഡെവലപ്പ് ചെയ്യാൻ മറന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഒരു 4-5 വർഷങ്ങൾ നമ്മൾ കലാരംഗമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മേഖലയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, കൂടുതൽ ഈ സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇഴവ കലാകാരന്മാരെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഏത് സംഭവങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ TV ആണെങ്കിലും സിനിമയാണെങ്കിലും അതുപോലെ ഓൺലൈനിലായിട്ടുള്ള മറ്റുള്ള എല്ലാ സംഭവങ്ങളും ആണെങ്കിലും ഒരു പർട്ടിക്കുലർ അവരുടെ ഒരു ഗാങ് ഓഫ് പീപ്പിളിൻ്റെ വലിയൊരു തള്ളിക്കയറ്റവും ഉയർച്ചയും ഒക്കെ നമുക്ക് ഉയർച്ച എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരെന്ത് ഊളത്തരം കാണിച്ചാലും അതിനെ പ്രൊമോട്ട് ചെയ്യാനും ഒരു വലിയൊരു സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ചിലപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണയാവാം, എൻ്റെ ഈഗോ ആവാം, അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ള അപകർഷതാബോധ ഇതൊക്കെ ആവാം. പക്ഷെ എൻ്റെ നിരീക്ഷണത്തിൽ തോന്നിയിട്ടുള്ളത് അതാണ്. കാരണം ഇവർ ചെയ്യുന്ന ഇവരുടെ ഒരു സംഘം, ആ സംഘം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് കമൻറ്റുകളും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതാണോ കല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും, അല്ലെങ്കിൽ ഇതാണോ ആക്ടിങ്, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇതൊക്കെ ചെയ്യുക എന്ന് തോന്നിപ്പോകും. പക്ഷെ അത് മതി. ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായിട്ടോ യാതൊരു വിധത്തിലുള്ള സംഭവങ്ങളും ഇല്ലാതെ ഇവർ പെർഫോം ചെയ്യുന്നു, അതിനൊരുപാട് ഷെയർ പോകുന്നു, ലൈക്ക് പോകുന്നു. അതിൻ്റെ കാരണം ബേസിക്കലി നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ ജാതീയമായ കാഴ്ചപ്പാടുകളാവാം. അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ഇന്ന് നിലനിൽക്കുന്ന കേരളത്തിലെ ഒരു സാമൂഹിക വ്യവസ്ഥ. ഇതല്ലാതെയും ഉണ്ട്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ച ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഒരുപാട് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഗുരുവായൂരായതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ ശിവജി ചേട്ടനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശിവജി ചേട്ടനൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുക, ഞാനിപ്പോൾ വീട്ടിലുണ്ട്, നീ ഫ്രീ ആണെങ്കിൽ വന്നോളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അവിടെ യാതൊരുവിധ മറ്റുള്ള ഒരു തടസ്സങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ വിനോദ് ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധായകനുണ്ട്. അദ്ദേഹത്തിനെ വിളിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് വന്നോളൂ, ഞാൻ വീട്ടിലുണ്ട്, നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഗ്രൂപ്പിൽ ഒരു ആളുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു പ്രശസ്തനായ ഒരു സംവിധായകനെ ഇൻ്റർവ്യൂ ചെയ്യാം. അദ്ദേഹം തൃശ്ശൂരാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, നമുക്ക്
ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ബയോഡേറ്റ് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ബയോഡേറ്റ്, എന്തിനാണ് നമ്മൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ, വലിയ ചാനലല്ല എങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്, ഞാൻ കുറച്ച് പേരെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതല്ല ബ്രോ നായരാണോ എന്നോട് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഓപ്പണായിട്ടൊരാളോട് ചോദിക്കുന്നത് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് എന്നാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ ഒന്ന് തരൂ, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചോളാം, ഞാൻ ഡേറ്റ് ചോദിച്ചോളാം, അദ്ദേഹം എന്താ പറയുക, ഞാൻ വേണ്ട എന്ന് പറയണമെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. അല്ല ബ്രോ അത് ശരിയാവില്ല, കാരണം ഞങ്ങൾ അങ്ങനെ ആണ് പോകുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ അത് ശരിയാവില്ല, അങ്ങനെയുള്ള ആളുകൾക്കൊന്നും അങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കാറില്ല, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂയുടെ ഒരു കാര്യങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, അങ്ങനെ വലിയ രീതിയിൽ ഇൻ്റർവ്യൂ കൊടുക്കാത്തൊരു വ്യക്തി കൂടിയല്ലേ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ എന്താ പറയുക, ഞാൻ ഒരു നിമിഷം ഇത് കേരളത്തിലാണോ ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ തോന്നിപ്പോയി. കാരണം പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ ഇൻ്റർവ്യൂസുകളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അധികം വലിയ തോതിലൊന്നും അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. ഇൻ്റർവ്യൂ കൊടുത്ത ആളുകളൊക്കെ തന്നെ ഈ സവർണമായിട്ടുള്ള കുലപതികളുടെ ഒക്കെ ഇൻ്റർവ്യൂസുകൾ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ ചെയ്തു പോയതാവാം, അല്ലെങ്കിൽ ഒരു കലാകാരൻ ഈ രീതിയിൽ അതും അദ്ദേഹത്തിനെ പോലെ അത്രയും പ്രഗത്ഭനായ ഒരാൾ അങ്ങനെ ചിന്തിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സെൻട്രലിൽ നിൽക്കുന്ന ഈ മീഡിയേറ്റർ അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വലിയ അത്ഭുതമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള പച്ചയ്ക്ക് വർഗീയത പറയുക, അല്ലെങ്കിൽ പച്ചയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഈ ജാതി പറയുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഒരുപാട് ജാതീയതയും അല്ലെങ്കിൽ അടിച്ചമർത്തലുകളും ഒക്കെ നമ്മൾ കേട്ട് വളർന്ന് അല്ലെങ്കിൽ എന്താ പറയുക അനുഭവിച്ചിട്ടൊക്കെ വന്നവരായിരിക്കും. പക്ഷെ ഇന്ന് ഒരുപാട് കാലം മാറിയിട്ടുണ്ട്, എത്രയോ കാര്യം മാറിയിട്ടുണ്ട്. അതൊന്നും ഈ ജാതീയമായ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നുമല്ല. കേരളത്തിൽ എത്രയോ ജനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പ്രവാസികളായിട്ട് ജീവിച്ച് ഒരുപാട് പണം സമ്പാദിച്ച് സുഖമായി ജീവിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവർക്കൊന്നും ജാതീയത പറയാനോ ജാതീയത സംസാരിക്കാനോ ഒന്നും സമയമില്ല. അങ്ങനെ ഒരുപാട് നല്ല ആളുകൾ കേരളത്തിൽ ഈ ജീവിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളുടെ ഒരു പണം ഇത്തരം ജാതീയതയ്ക്ക് വേണ്ടിയിട്ട് അവർ വിനിയോഗിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അവരും ഒരു വർഗീയവാദിയായിട്ട് മാറുകയാണ് അറിയാതെ തന്നെ. അപ്പോൾ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായ ചിന്താഗതികളുള്ള ആളുകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ ഏതൊരുവിധ വർഗീയതയ്ക്കും എതിരാണ്, അത് ന്യൂനപക്ഷ വർഗീയമായാലും ശരി ഭൂരിപക്ഷ വർഗീയതയായാലും ശരി ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതുപോലെ തന്നെ ഈ സുകുമാരൻ നായരുടെ ഒരു കാര്യം, അദ്ദേഹം ഈ പിണറായിയോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒരു പിറ്റത്തെ ദിവസം തന്നെ ഒക്കെ മുരളീധരനെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന മാധ്യമ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ദിവസങ്ങളും മുരളിയേട്ടൻ്റെ ഒരു ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരിക്കുന്ന ഒരു കോൺഫിഡൻസ് ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. സുകുമാരൻ നായർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തൊക്കെയോ വളരെ ഡിമ്മായതുപോലെ നമുക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഇത്തരം ഒരു രാഷ്ട്രീയ നേതാക്കളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന കഴിവുള്ള അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു വലിയ ജാതീയമായി ഉയർന്നു വന്നിട്ടുള്ള ചിന്താഗതിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, ഇവരൊക്കെ എന്താ പറയുക, ഇവര് ഒന്നില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ കാഴ്ചപ്പാട് നിലപാടുകൂടി കൂടി ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ ഒരു ജാതീയമായിട്ട് ഞാൻ ഇന്ന ജാതിയാണ് ഇന്ന ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് നിൽക്കണം. അല്ലാതെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കരുത്. രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം നിലനിർത്താൻ കഴിവുള്ളവൻ മാത്രമേ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് വരാൻ പാടുള്ളൂ എന്നുള്ള ഒരു ശക്തമായ ഒരു നിലപാട് കേരളത്തിലുള്ള ജനത ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറയാനുള്ളത്. അത് ഒരുവിധമൊക്കെ അത്തരം ചിന്താഗതിയിൽ തന്നെയാണ് കേരളം പോകുന്നത്. എങ്കിലും ഇത്തരത്തിലുള്ള ജാതീയ വിഷം തുപ്പുന്ന ഇത്തരം മൃഗങ്ങളെ ഈ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് ഒരു സാമുദായിക പ്രശ്നങ്ങൾ ഒരു വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുന്നു. അത് ഒരു സമുദായത്തിൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് അത് വാർത്തയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റുള്ളവരെ
അധിക്ഷേപിക്കുന്ന രീതിയിലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, ഒരു പാവപ്പെട്ട ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാള് ക്രിസ്ത്യാനായിട്ട് മതം മാറുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്നത് അയാളുടെ ജീവിതത്തിൽ വലിയൊരു പ്രിവിലേജ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അയാളൊരു പക്ഷേ ഒരു കലാകാരനോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളോ അയാൾക്ക് പ്രിവിലേജ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് ഏത് രീതിയിലാണ് ആ പ്രിവിലേജ് ഉണ്ടാവുന്നത്? ഇപ്പോൾ ഒരു സാധാരണ ഒരു ഹിന്ദുവായി ജനിച്ച ഒരു വ്യക്തിക്ക് അയാൾക്ക് ഇവിടെ അയാളുടെ ഐഡന്റിറ്റിയിൽ വളരാൻ പറ്റില്ല എന്നാണോ, അല്ലെങ്കിൽ അയാളുടെ കഴിവ് തെളിയിക്കുമ്പോൾ ജനം സപ്പോർട്ട് ചെയ്യില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് ക്രിസ്ത്യാനി ആവുമ്പോൾ അയാൾക്ക് എങ്ങനെയാണ് ഒരു എക്സ്ട്രാ പ്രിവിലേജ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാവുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള വിഷം തുപ്പുന്ന അതേ മെന്റാലിറ്റി തന്നെയാണ് ഒരു ഇഴവനും അതുപോലെ തന്നെ ഈ പറയുന്ന നായരും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നത്. ഞാനൊരു ഇഴവനാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു നായരാണെന്ന് പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. എന്ത് തേങ്ങയിലെ പ്രിവിലേജാണ് ഇവർ ഈ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് മറ്റുള്ള മനുഷ്യർക്ക് അല്ലാത്തൊരു സാധനം എക്സ്ട്രാ ഘടിപ്പിച്ചിരിക്കുന്നത് ഈ പറയുന്ന നായന്മാരുടെ മേത്ത് എന്ന് അല്ലെങ്കിൽ ശരീരത്ത് എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തിനാണ് ഈ ഒരു സാമുദായികമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മീഡിയ അതിൻ്റെയും കൂടെ അണ്ണാക്കിലേക്ക് മൈക്കും ക്യാമറയും കുത്തിക്കയറ്റി ഇതൊരു വലിയ ന്യൂസാക്കുന്ന ഒരു ഏർപ്പാട് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഒരു കാര്യം പറയൂ, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവര്, അതായത് വളരെ ക്രിയേറ്റീവ് മൈൻഡുള്ള ഒരാൾക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു വർഗീയതയുടെ കൂട്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ ആളുകൾ ക്രിയേറ്റീവറായി ജീവിക്കുമ്പോൾ അയാളുടെ സ്വതന്ത്ര ചിന്തയിൽ അയാളുടെ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന ഏതൊരാൾക്കും ഇത്തരത്തിലുള്ള വർഗീയതയുടെ കൂട്ടുപിടിച്ച് നടക്കാൻ പറ്റില്ല. അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കണം ഏതൊരു ജാതിയിൽപ്പെട്ട ആളുകളും എന്നാണ് പറയാനുള്ളത്. കാരണം അവനവന്റെ ജീവിതം അവനവൻ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ക്രിയേറ്റിവിറ്റിയിലൂടെ അയാൾ സഞ്ചരിക്കുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ഡെവലപ്മെന്റ് ഒന്നും തന്നെ ഇത്തരം ജാതീയമായി കുനിഞ്ഞുകൂടി വർഗീയത പറഞ്ഞ് മറ്റുള്ളവരെ ഉപദ്രവിച്ച് മറ്റുള്ളവരെ പറ്റിച്ച് അവനവന്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെ പണം വരാം എന്നുള്ള മാത്രം ചിന്താഗതിയിൽ ജീവിക്കുന്നവർക്കൊന്നും തന്നെ ഒരു വിധത്തിലും ഒരു ഡെവലപ്മെന്റും ഉണ്ടാവുന്നില്ല. അവർ ഈ പൊട്ടക്കിണറ്റിലെ തവള പോലെ ജീവിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. അപ്പൊ അത്തരം ആളുകളുടെ അണ്ണാക്കിലേക്ക് ക്യാമറയും മൈക്കും കുത്തിക്കയറ്റുന്ന ഈ മാധ്യമങ്ങളുടെ ഒരു നെറികെട്ട വാർത്തകൾ ഇനിയെങ്കിലും കേരളത്തിലുള്ള ജനതകളുടെ മുന്നിലേക്ക് എത്തിക്കരുത് എന്നുള്ളൊരു വലിയൊരു അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്തരം നാറിത്തരങ്ങൾ നിർത്തുക, മറ്റുള്ള എത്രയോ നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു അതിനെ കൂടുതൽ ഡെവലപ്മെന്റ് ചെയ്യുക. ഈ നാറികളുടെ ഈ ഒരു ജാതീയത ഉയർത്തിപ്പിടിക്കുമ്പോൾ മറ്റു പല വിഭാഗത്തിൽപ്പെട്ട ജാതികളുടെയും ജാതീയതയാണ് ഉയർന്നു വരുന്നത്. അവരുടെ അപകർഷതാ ബോധത്തെയാണ് നിങ്ങൾ ഉയർത്തുന്നത് എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. കാരണം കാലങ്ങളായി കേരള ജനത ഇത് കണ്ടുവരുന്നതാണ്. ഈ പരനാറികളുടെ എണ്ണസംഖ്യ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന തെമ്മാടിത്തരം വലിയ കാര്യമാണ് എന്ന് കരുതി നിങ്ങൾ ഇത്തരം വാർത്തകൾ കൊടുക്കരുത്. ഇനിയെങ്കിലും ഇതുപോലത്തുള്ള തെമ്മാടിത്തരങ്ങൾ മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.